ഇന്ന് രാവിലെ തന്നെ ബാൽക്കണിയിലേക്ക് വന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള ദിവസമായിരുന്നു. ചില ദിവസം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ എന്തോ നമ്മുടെ ഒരു മൈൻഡും അതേപോലെ തന്നെ പോവാറുണ്ട് ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ എന്തായാലും വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ പരിപാടികൾ കുറച്ച് നേരത്തെ നോക്കണേ. സനന്തേട്ടൻ ഒരു 3-4 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 12:30-ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന ഉടനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചു. കട്ടനും ഇട്ടിട്ടുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും ചായ കുടിക്കുകയാണെങ്കിൽ പാല് നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെ ചായ അധികം കുടിക്കാറില്ല. മാക്സിമം കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട്. വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കുന്നത്. പക്ഷേ ഇവിടെ അച്ഛനും സനന്തേട്ടനൊക്കെ ചായ കുടിക്കുകയാണെങ്കിൽ കട്ടൻ മാത്രമേ കഴിക്കുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. എപ്പോഴെങ്കിലും കുടിക്കുകയാണെങ്കിൽ പാൽ ചായ തന്നെ കുടിക്കണമെന്ന് നല്ല നിർബന്ധമാണ്. അതും മധുരവും കടുപ്പും ഒക്കെ കൂട്ടിയിട്ട്. ഇന്ന് പുട്ടിന് കോമ്പിനേഷൻ ഇതാ കണ്ടല്ലോ, കല്ലുമ്മക്കായ ആണ് കേട്ടോ. ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചതാണ്. കല്ലുമ്മക്കായ നല്ല വാഴയ്ക്കൊക്കെ ഇട്ട് നല്ല വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. നല്ല മസാലക്കറി ആക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യാനും ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാ മസാലകളും അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കല്ലുമ്മക്കായൻ്റെ ആ ടേസ്റ്റ് പോകാനേ പാടില്ല. അതിൽ കുറച്ച് മുളകും മഞ്ഞളും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി തോടോടുകൂടെ തന്നെ കഴുകിയിട്ട് ഒന്ന് ചതുക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് മാത്രം മതി. നല്ല പൊരിഞ്ഞു വരുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിലും ഈ കല്ലുമ്മക്കായ ഫ്രൈക്ക് വേറെ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കേണ്ട സൈഡ് എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ഇളവൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ക്വാണ്ടിറ്റി കേട്ടോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു സൈസിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും അങ്ങനെ ചെയ്ത് വെച്ചു. പിന്നെ ഇതാ കല്ലുമ്മക്കായ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്യാണ്. കറി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലൂട്ടൻ കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിച്ച് സനന്തേട്ടൻ പോയിട്ടുണ്ട്. അല്ലൂട്ടൻ സ്കൂളിൽ പോയി, മോളും പോയി, അമ്മയും പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ബാക്കിയുണ്ട്. ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ചും കൂടി ഒന്ന് വായിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കളക്ഷനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സമയമുള്ളപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.